അസ്സലാമു അലൈക്കും. 5ാം ക്ലാസ്സിലെ ഫിഖ്ഹ് റിവിഷൻ. കാക്കൊല്ല പരീക്ഷയ്ക്ക് വേണ്ട 1 മുതൽ 9 വരെയുള്ള ചാപ്റ്ററുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്നാമത്, പരിശുദ്ധ ദീനിൻ്റെ വിധികൾ എത്രയാണ്? ഉത്തരം 5. അടുത്തത്, അൽ അഹ്കാമു ശർഇയ്യ എന്നതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ ദീനിൻ്റെ വിധികൾ. അൽ അഹ്കാമു ശർഇയ്യ ഏതൊക്കെയാണ്? ആൻസർ: വാജിബ്, ഹറാം, സുന്നത്ത്, കറാഹത്ത്, ഹലാൽ. അടുത്തത്, വാജിബ് എന്നതിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ആൻസർ: ഫർള്. വാജിബിന്റെ മറ്റൊരു പേര് ഫർള്. ചെയ്താൽ പ്രതിഫലം ഉള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയും ഉള്ളത്. ചെയ്താൽ കൂലി കിട്ടും, പക്ഷെ അത് ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കിയാൽ ശിക്ഷയും കിട്ടും. അങ്ങനെയുള്ളതിന് എന്താണ് പറയുക? ഫർള് അല്ലേ? ഫർള് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. ഒഴിവാക്കിയാൽ ശിക്ഷ കിട്ടും, ചെയ്താൽ കൂലിയും കിട്ടും അല്ലേ? ഫർള് എത്ര വിധമാണ്? ഫർള് 2 വിധം. ഫർള് 2 വിധമാണ്. ഏതൊക്കെ? ഫർള് ഐൻ, ഫർള് കിഫായ. ഫർള് ഐനും ഫർള് കിഫായയും. ഫർള് കിഫായ എന്നാൽ എന്താണ്? സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതും. ഫർള് കിഫായ ഒരാൾ ചെയ്താൽ മതി അല്ലേ? പിന്നെ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകും. ആരും ചെയ്തില്ലെങ്കിലോ എല്ലാവരും കുറ്റക്കാരാകും. അതിനാണ് എന്ത് പറയുക? ഫർള് കിഫായ. ഫർള് കിഫായ എന്നതിനൊരു ഉദാഹരണം മയ്യത്ത് നിസ്കാരം. ഒരാൾ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കണം. അത് ഒരാൾ നിസ്കരിച്ചാൽ മതി, എന്നാൽ തന്നെ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകും അല്ലേ? ഫർള് ഐൻ എന്താണ്? ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത്. എല്ലാവർക്കും അല്ലേ? ഒരാൾ ചെയ്താൽ പോരാ, എല്ലാവരും ചെയ്യണം. ഓരോരുത്തരും ചെയ്യണം. എന്നാലേ ആരെങ്കിലും സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ പോരാ, പിന്നെയോ ഞാൻ ശിക്ഷയിൽ നിന്ന് ഒഴിവാണെങ്കിൽ ഞാൻ ചെയ്യണം. അങ്ങനെ ഓരോ വ്യക്തികളും നിർബന്ധമായി ചെയ്യേണ്ടതാണ് ഫർള് ഐൻ. ഫർള് ഐൻ ഒരു ഉദാഹരണം. 5 വഖത്ത് നിസ്കാരം. ചെയ്താൽ ശിക്ഷയുള്ളതും, ശിക്ഷ കിട്ടും അല്ലെ? ഒഴിവാക്കിയാൽ കൂലി ഉള്ളതും ഏതാണ്? ചെയ്താൽ ശിക്ഷ, ഒഴിവാക്കിയാലോ നല്ലത്, കൂലിയും കിട്ടും. ഏതാണത്? ഹറാം. ഹറാമ് ചെയ്താൽ ശിക്ഷ, ഒഴിവാക്കിയാൽ കൂലി കിട്ടും അല്ലേ? ഹറാമിനൊരു ഉദാഹരണം മദ്യപാനം, കള്ള് കുടിക്കുക അല്ലെ? കള്ള് കുടിച്ചാൽ ശിക്ഷ കിട്ടും, അത് ഒഴിവാക്കിയാലോ കൂലിയും കിട്ടും. ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതുമാണ് ഡാഷ്. ചെയ്താൽ കൂലി കിട്ടും, പക്ഷെ ഒഴിവാക്കിയാൽ
വാജിബിനെ പോലെ ശിക്ഷ കിട്ടും. ഏതാണത്? സുന്നത്ത്. സുന്നത്ത് ഒഴിവാക്കിയാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ചെയ്താൽ കൂലി കിട്ടും അല്ലേ? സുന്നത്തിനൊരു ഉദാഹരണം സലാം പറയാം. ഒരാളെ കണ്ട സലാം പറയാൻ സുന്നത്താണ്, പറഞ്ഞാൽ കൂലി കിട്ടും അല്ലേ? ഇനി പറഞ്ഞില്ലെങ്കിലോ കൂലി കിട്ടൂല, ശിക്ഷയൊന്നുമില്ല അല്ലേ? സുന്നത്തിന് നൽകപ്പെട്ട മറ്റു പേരുകൾ മന്ദൂബ്, തതവ്വുഅ്, നഫ്ല്, മുസ്തഹബ്. ഇങ്ങനെ 4 പേരുകളുണ്ട് അല്ലേ? മന്ദൂബ്, തതവ്വുഅ്, നഫ്ല്, മുസ്തഹബ്. 4 പേരുകളുണ്ട് സുന്നത്തിന്. എന്താണ് കറാഹത്ത് എന്ന് പറഞ്ഞാല്? നമ്മൾ വാജിബ് സുന്നത്തും ഒക്കെ പഠിച്ചു. ഇനി കറാഹത്ത് എന്താണ് നമുക്ക് നോക്കാം. ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളത്. ചെയ്താൽ ശിക്ഷയൊന്നുമില്ല, പക്ഷെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒഴിവാക്കിയാൽ കൂലി കിട്ടും. അതിനാണ് നമുക്ക് എന്ത് പറയുന്നത്? കറാഹത്ത് എന്ന് പറയുന്നത്. കറാഹത്തിന് ഒരു ഉദാഹരണം നിസ്കാരത്തിൽ തല തുറന്നിടൽ. നിസ്കാരത്തിൽ തല തുറന്നിടൽ അതൊഴിവാക്കിയാൽ കൂലി കിട്ടും അല്ലേ? എന്താണ് ഹലാല്? ഈസിയാണല്ലേ? ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത്. അതായത് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ചെയ്താലും പ്രശ്നമില്ല, ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ചെയ്താൽ കുറ്റമൊന്നും കിട്ടൂല, ചെയ്തില്ലെങ്കിലും കുറ്റം കിട്ടൂല. അതിനാണ് ഹലാല് എന്ന് പറയുന്നത് അല്ലേ? അടുത്തത് ഹലാലിന് നൽകപ്പെട്ട മറ്റു പേരുകൾ മുബാഹ്, ജായിസ്. മുബാഹ് എന്ന് പറഞ്ഞാലും ഹലാൽ തന്നെ, ജായിസ് എന്ന് പറഞ്ഞാലും ഹലാൽ തന്നെ. മുസ്ലിമീങ്ങൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ത്? നിസ്കാരം. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികൾ ഡാഷ് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. എന്ത്? വിജയം വരിച്ചു എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. രണ്ട് കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാവുന്നതല്ല. അവ ഏതൊക്കെ? 2 കാരണം ഉണ്ടെങ്കിൽ നിസ്കാരം നമുക്ക് എന്താക്കാം? സമയത്ത് നിർവഹിക്കാതെ കുറച്ച് പിന്തിക്കാം. ആ 2 കാരണങ്ങൾ ഏതൊക്കെയാണ്? ഉറക്കം, മറവി. 2 കാരണങ്ങൾ. ആസന്നമായ നിസ്കാരത്തെക്കാളും ഖളാ ആയ നിസ്കാരം മുന്തിക്കൽ ഡാഷ്. എന്താണ് വിധി? സുന്നത്താണ്. അപ്പൊ ഇപ്പോഴുള്ള ആസന്നമായ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള നിസ്കാരത്തെക്കാളും നേരത്തെ നമ്മൾ നിസ്കരിക്കാതെ ഖളാ ആയ നിസ്കാരം ഉണ്ടല്ലോ, അത് മുന്തിക്കണം. അത് ആദ്യം നിസ്കരിക്കൽ സുന്നത്താണ്. നിസ്കാരത്തിന്റെ പേരിൽ അടിക്കണം. എത്ര വയസ്സായാൽ? 10 വയസ്സ് ആയാൽ. കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. എത്ര വയസ്സ് ആയാൽ? 7 വയസ്സ് ആയാൽ. അശുദ്ധികളിൽ നിന്നും നജസുകളിൽ നിന്നും ശുദ്ധിയായിരിക്കുക. ഇത് നിസ്കാരത്തിന്റെ ഡാഷാണ്. എന്താണ്? ഷർത്താണ്. വെള്ളം എത്ര വിധമുണ്ട്? ഏതൊക്കെയാണ്?
വെള്ളം 3 വിധമാണ്: തഹൂർ, ത്വാഹിർ, നജസ്. എന്താണ് തഹൂറായ വെള്ളം? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും. അല്ലേ? സ്വന്തമായിട്ടത് ശുദ്ധിയുണ്ട്, ഇനി മറ്റുള്ളതൊക്കെ ശുദ്ധിയാക്കാൻ അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഉദാഹരണം കിണറിലെ വെള്ളം. ഇതാണ് തഹൂറായ വെള്ളം. എന്താണ് ത്വാഹിറായ വെള്ളം? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമായ വെള്ളം. ഉദാഹരണം ഇളനീർ വെള്ളം. അത് ശുദ്ധിയുണ്ടല്ലോ, നമുക്ക് കുടിക്കാൻ പറ്റുമല്ലോ. പക്ഷേ വേറെന്തെങ്കിലും ശുദ്ധിയാക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിന് നമുക്ക് ത്വാഹിറായ വെള്ളം എന്ന് പറയാം. എന്താണ് നജസ്? സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. ഉദാഹരണം മൂത്രം. മൂത്രം ശുദ്ധിയില്ലല്ലോ, മറ്റെന്തെങ്കിലും ശുദ്ധിയാക്കാൻ അത് ഉപയോഗിക്കുമോ? അതുമില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? നജസ്. ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് ഡാഷ് എന്ന് പറയും. അതായത് ഒരു പ്രാവശ്യം വുളൂ ചെയ്യാൻ ഉപയോഗിച്ച്, അതായത് ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം, അതിനെന്താണ് പറയുക? മുസ്തഅമൽ, മുസ്തഅമലായ വെള്ളം എന്നാണ് പറയുക. ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് മുസ്തഅമൽ എന്ന് പറയും. എന്താണ് മുതനജ്ജിസ്? നജസ് ചേർന്ന കുറഞ്ഞ വെള്ളം. നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് എന്ത് പറയും? മുതനജ്ജിസ്. മുസ്തഅമൽ, മുതനജ്ജിസ് ഇവ രണ്ടും ഒരുമിച്ചുകൂടി 2 കൊല്ലത്തായാൽ പകർച്ചയില്ലെങ്കിൽ ഡാഷ് തഹൂറാണ്. മുസ്തഅമൽ കുറേ ഒരു മുസ്തഅമൽ അത് കൂട്ടി ഒരു വലിയ ടാങ്കിയിലാക്കി 2 കൊല്ലത്തുണ്ട്. അങ്ങനെയാണെങ്കിലോ തഹൂറാണ്. അതുപോലെ മുതനജ്ജിസും 2 കൊല്ലത്താണ്, പക്ഷേ ഒരു പകർച്ചയൊന്നുമില്ലെങ്കിൽ അത് തഹൂറാണ്. രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ എന്തു ചെയ്യും? മുത്തനജ്ജിസാകും. 2 കൊല്ലത്തിൽ കുറവാണ്, കുറച്ചേ വെള്ളമുള്ളൂ. ആ വെള്ളത്തിൽ കുറച്ച് നജസ് ചേർന്നാൽ എന്താകും? മുത്തനജ്ജിസാകും. എന്ന് പറഞ്ഞാൽ വെള്ളം നജസാകും. നജസുകൾ എത്ര വിധം? ഏതൊക്കെയാണ്? നജസുകൾ 3 വിധം: മുഗല്ലദ്, മുതവസ്സിത്ത്, മുഖഫഫ്. നജസുകൾ ഏതൊക്കെ? മുഗല്ലദ്, മുതവസ്സിത്ത്, മുഖഫഫ്. നായ, പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ ഏത് നജസാണ്? മുഗല്ലദ്. മുതവസ്സിത്ത് ആയ നജസുകൾ ഏതൊക്കെയാണ്? മലം, മൂത്രം, രക്തം, ചലം, മദിയ്, വദിയ്, ലഹരി ദ്രാവകങ്ങൾ, ശവം. അല്ലേ? ഈ ശവം എന്നതിൽ മനുഷ്യൻ, മത്സ്യം, ജറാദ് ഇവ അല്ലാത്തതിൻ്റെ ശവം. ശവം എല്ലാ ശവവും നജസാണ്, പക്ഷെ നജസ് അല്ലാത്ത 3 ശവമുണ്ട്. ഏതൊക്കെ? മനുഷ്യൻ്റെ ശവം, മത്സ്യത്തിൻ്റെ ശവം, ജറാദിൻ്റെ ശവം. ഇതല്ലാത്ത എല്ലാ ശവവും നജസാണ്. അപ്പോൾ മുത്തവസ്സിത്ത് പഠിച്ചു വെക്കുക: മലം, മൂത്രം, രക്തം, ചലം, മദിയ്, വദിയ്, ലഹരി ദ്രാവകങ്ങൾ. ഇതൊക്കെ എന്താണ്? നജസാണ്. മുത്തവസ്സിത്തായ നജസാണല്ലേ? പാൽ അല്ലാത്ത ഒന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടികളുടെ മൂത്രം
ഏത് വിഭാഗത്തിൽപ്പെടും? മുഖഫഫായ നജസ് അല്ലേ? പാലല്ലാതെ ഒന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രം മുഖഫഫായ നജസ്. നായ, പന്നി മുതലായവ കൊണ്ട് നജസായാൽ എത്ര തവണ കഴുകണം? 7 തവണ കഴുകണം. ഡാഷ് കൊണ്ട് നജസായാൽ 7 തവണ കഴുകണം. അതിൽ 1 ശുദ്ധിയായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. എന്താണ് ഈ ഡാഷ്? നായ, പന്നി മുതലായവ. ഡാഷിന്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം. ഏതിൻ്റെ? മുത്തവസ്സിത്തായ നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം. വെള്ളം 2 കുല്ലത്തിൽ കുറവാണെങ്കിൽ എങ്ങനെയാണ് ശുദ്ധിയാക്കുക? അതിൽ ഇട്ട് കഴുകാവതല്ല, വെള്ളം അതിന്മേൽ ഒഴിച്ചു കഴുകുക. മനസ്സിലായോ? വെള്ളം 2 കുലത്തിൽ കുറവാണെങ്കിൽ അതിലിട്ടിട്ട് നമ്മൾക്ക് കഴുകാൻ പറ്റൂല. പിന്നെയോ വെള്ളം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കഴുകണം. മുഖഫഫായ നജസ് കൊണ്ട് മലിനമായാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കുക? മൂത്രം ആയ മുഴുവൻ സ്ഥലത്തും എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി. മുഖഫഫായ നജസ് എങ്ങനെയാ ശുദ്ധിയാക്കുക? മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം മുഴുവൻ സ്ഥലത്തും എന്ത് ചെയ്യുക? കുടയണം. ഭൂമിയിൽ മൂത്രം പോലെയുള്ള നജസ് ആയാൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന നിലക്ക് വെള്ളം ഒഴിച്ചാൽ മതി. വറ്റിയതാണെങ്കിൽ നജസ് ഭൂമിയിലായി അത് വറ്റുകയും ചെയ്യും. എന്നാൽ ആ സ്ഥലം മൂടുന്ന നിലയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഭൂമിയിൽ മൂത്രം പോലെയുള്ള നജസായാൽ അത് വറ്റിയിട്ടില്ലെങ്കിലോ? വറ്റിയെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അതിന് മുകളിൽ വെള്ളം ഒഴിച്ചാൽ മതി. വറ്റിയിട്ടില്ലെങ്കിലോ? നജസ് നീക്കിയ ശേഷം വെള്ളം ഒഴിക്കണം. വറ്റിയിട്ടില്ലെങ്കിൽ അതിനകത്ത് നമുക്ക് മാറ്റാൻ കഴിയുമല്ലോ. അത് മാറ്റുക, എന്നിട്ട് വെള്ളമൊഴിക്കുക. കൂടുതലായാൽ പൊറുക്കപ്പെടുന്ന രക്തം ഏതാണ്? ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം. അത് കൂടുതലാണെങ്കിൽ സാരമില്ല. ചോരക്കുരുവിൻ്റെ രക്തം, അതും കൂടുതലാണെങ്കിൽ സാരമില്ല. മുഖക്കുരുവിൻ്റെ രക്തം, അതും കൂടുതലാണെങ്കിൽ സാരമില്ല. പക്ഷേ ചോരക്കുരു പൊട്ടിച്ചാൽ കൂടുതലായാൽ പരിഗണിക്കില്ല, പൊറുക്കപ്പെടില്ല. മുഖക്കുരുവും അങ്ങനെ തന്നെ. രക്തം വന്നത് തൻ്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ കൂടുതലായാലും പൊറുക്കപ്പെടുന്ന രക്തം. ചോരക്കുരുവിൻ്റെ രക്തം, മുഖക്കുരുവിൻ്റെ രക്തം, ഇത് രണ്ടും രക്തം വന്നു, നമ്മൾ തൊട്ടിട്ടില്ല, നമ്മൾ പൊട്ടിച്ചിട്ടില്ല, തനിയെ രക്തം വന്നു കഴിഞ്ഞാൽ എത്ര കൂടുതലായാലും പൊറുക്കപ്പെടും. കുറഞ്ഞത് മാത്രം പൊറുക്കപ്പെടുന്ന രക്തം ഏതാണ്? ചോരക്കുരുവിൻ്റെ രക്തം. പിന്നെയോ മുഖക്കുരുവിൻ്റെ രക്തം. കുറഞ്ഞത് മാത്രമേ പൊറുക്കൂ. അതായത് നമ്മളുടെ കാരണം കൊണ്ട് നമ്മൾ പൊട്ടിച്ച് രക്തം വന്നത് തൻ്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ, അതായത് നമ്മുടെ കൈ കൊണ്ടോ മറ്റോ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് രക്തം വന്നതാണെങ്കിൽ കുറച്ചാണെങ്കിൽ പൊറുക്കപ്പെടും, കൂടുതലാണെങ്കിൽ പൊറുക്കപ്പെടുകയില്ല. കുറഞ്ഞത് മാത്രം പൊറുക്കപ്പെടുന്ന രക്തം ഏതാണ്? തരിമൂക്ക് പൊട്ടിയൊലിച്ച രക്തം, ഹൈല് രക്തം, മുഅല്ലല് അല്ലാത്ത അന്യരക്തം. ഈ 3 രക്തവും കുറച്ചാണെങ്കിൽ മാത്രമേ പൊറുക്കുള്ളൂ. അതൊക്കെ
തരിമൂക്ക് പൊട്ടിയൊലിച്ച രക്തം, ഹൈദ് രക്തം, മുഅല്ലദ് അല്ലാത്ത അന്യരക്തം. കുറഞ്ഞത് മാത്രം പൊറുക്കപ്പെടുന്ന രക്തം, ഓക്കെ, തരിമൂക്ക് പൊട്ടിയൊലിച്ച രക്തം, ഹൈദ് രക്തം, മുഅല്ലദല്ലാത്ത അന്യ രക്തം. വുളൂഇന്റെ സുന്നത്തുകൾ ഏതൊക്കെയാണ്? കിബിലയിലേക്ക് മുന്നിടുക. വുളൂ ചെയ്യുമ്പോൾ കിബിലക്ക് മുന്നിട്ട് വുളൂ ചെയ്യുക. നിർബന്ധമില്ല, സുന്നത്താണ്. മിസ്വാക്ക് ചെയ്യൽ, പല്ല് തുടക്കണം, അല്ലേ, തല മുഴുവൻ കഴുകൽ, ഇതൊക്കെ വുളൂവിൻ്റെ സുന്നത്താണ്. 3 സുന്നത്തല്ല, ധാരാളം സുന്നത്തുകളുണ്ട്. നമുക്ക് കുറച്ച് സുന്നത്തുകൾ നമുക്ക് നോക്കാം. തിങ്ങിയ താടിയുടെ ഉള്ളു കഴുകൽ, അത് നിർബന്ധമില്ല, പക്ഷേ സുന്നത്താണ്, കൂലി കിട്ടും. അതുപോലെ കൈകാൽ വിരലുകൾ വിടർത്തി കഴുകുക, എല്ലാം 3 പ്രാവശ്യം ചെയ്യൽ. കൈ കഴുകുന്നത് 3, കാൽ കഴുകുന്നത് 3, അങ്ങനെ എല്ലാം, മുഖം തടവുന്നത് 3, അങ്ങനെ എല്ലാം 3 പ്രാവശ്യം ചെയ്യൽ. സംസാരിക്കാതിരിക്കുക. വുളൂ ചെയ്യുന്ന സമയത്ത് സംസാരിച്ചാൽ വുളൂ ബാത്തിലാകൂല, പക്ഷേ സുന്നത്ത് സംസാരിക്കാതിരിക്കലാണ്. അവയവങ്ങൾ തേച്ച് കഴുകുക. വെള്ളം, ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കുക. ഇതൊക്കെ വുളൂഇന്റെ സുന്നത്തുകളാണ്. വുളൂഇന്റെ കറാഹത്തുകൾ, സുന്നത്തുകൾ നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട സുന്നത്തുകൾ പഠിച്ചു. ഇനി കറാഹത്തുകൾ എന്തൊക്കെയാണ്? 3 പ്രാവശ്യത്തിൽ കൂടുതലാക്കൽ. നമ്മൾ 3 പ്രാവശ്യം ചെയ്യലാണ് സുന്നത്ത്. 4 പ്രാവശ്യം ആക്കലോ കറാഹത്താണ്. അത് ഒഴിവാക്കല. കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കിയാൽ കൂലി, അല്ലേ? 3 പ്രാവശ്യത്തിൽ ചുരുക്കലും 2 പ്രാവശ്യം മാത്രം കഴുകലും കറാഹത്താണ്. നോമ്പുകാരന് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ. നോമ്പുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യലും കറാഹത്താണ്. മിസ്വാക്ക് ചെയ്യൽ മുഅക്കദായ സുന്നത്തുള്ള സമയങ്ങൾ ഏതൊക്കെ? പല്ല് തുടക്കേണ്ടത് എപ്പോഴൊക്കെയാണ്? ശക്തമായ സുന്നത്ത് എല്ലാ നിസ്കാരത്തിനും, എല്ലാ വുളൂഇനും. 3 ഖുർആൻ പാരായണം ചെയ്യാൻ. 4 ഹദീസ് പാരായണം ചെയ്യാൻ. ഇനിയും ഉണ്ടല്ലേ, നമുക്കത് നോക്കാം. ബാക്കി 5 ശർഈയായ ഇൽമ് പഠിക്കാൻ. ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ, ഉറക്കിൽ നിന്നും ഉണർന്നാൽ, മരണമാസന്നമായ അവസരത്തിൽ, ഈ സമയത്തൊക്കെ മിസ്വാക്ക് ചെയ്യൽ മുഅക്കദായ ശക്തമായ സുന്നത്താണ്. സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ ഏതൊക്കെ? 1 ആർത്തവ രക്തം. 2 അതിന് നമുക്ക് ഹൈള് എന്ന് പറയാം, അല്ലേ? 2 പ്രസവ രക്തം, അതിന് നമുക്ക് നിഫാസ് എന്ന് പറയും. 3 അകാരണ രോഗരക്തം, ഇതിനെ നമുക്ക് ഇസ്തിഹാലത്ത് എന്ന് പറയും. ആർത്തവരക്തം എന്നാൽ എന്ത്? ഗർഭാശയത്തിൻ്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന രക്തം, ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഹൈല്, അതായത് ആർത്തവ രക്തം. ഗർഭാശയത്തിൻ്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന രക്തം. ആർത്തവ രക്തം ഉണ്ടാകുന്ന ചുരുങ്ങിയ സമയം എത്രയാണ്? ചുരുങ്ങിയ പ്രായം എത്രയാണ്? 9 വയസ്സ്. ഹൈല് 9 വയസ്സായാൽ തന്നെ ഉണ്ടാകാം. ഏറ്റവും ചുരുങ്ങിയ വയസ്സ് 9 ആണ്. ആർത്തവ രക്തം ചുരുങ്ങിയ സമയം എത്രയാണ്? ഹൈലുണ്ടായാൽ ചുരുങ്ങിയത് 1 ദിവസം കൊണ്ട് തന്നെ മാത്രം ഉണ്ടാവും, അല്ലെ? 1 ദിവസം മാത്രമായിട്ടുണ്ടാകും. ചുരുങ്ങിയ സമയം 1 ദിവസം. ആർത്തവ രക്തം സാധാരണ സമയം എത്രയാണ്? 6-7 ദിവസം. ആർത്തവ രക്തം കൂടിയ സമയം എത്ര? 15
ദിവസം. 2 ഹൈലിൻ്റെ ഇടയിലെ ശുദ്ധി ഏറ്റവും കുറഞ്ഞാൽ എത്ര ഉണ്ടാവും? 15 ദിവസം ഉണ്ടാവും. കൂടിയാലോ? 2 ഹൈലിൻ്റെ ഇടയിലെ ശുദ്ധി കൂടിയത് എത്രയും ആകാം. അതിനെന്തില്ല? ഒരു കണക്ക് ഇല്ല. നിഫാസ് എന്നാൽ എന്ത്? പ്രസവം കഴിഞ്ഞ ശേഷം 15 ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തം. എന്താണ് നിഫാസ്? പ്രസവരക്തം അല്ലെ നിഫാസ്. പ്രസവം കഴിഞ്ഞ ശേഷം 15 ദിവസത്തിന് മുമ്പ്, അത് കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തം. നിഫാസ് കുറഞ്ഞ സമയം 1 സെക്കൻഡ്. 1 സെക്കൻഡ് കൊണ്ട് തന്നെ അവസാനിക്കാം. ഇനി നമുക്ക് സാധാരണ സമയം അല്ലേ? സാധാരണ സമയം നിഫാസ് 40 ദിവസം. സാധാരണ നിഫാസ് എത്ര ദിവസം ഉണ്ടാവുക? 40 ദിവസമാണ് സാധാരണ. നിഫാസ് കൂടിയ സമയം എത്രയാണ്? 60 ദിവസം. കൂടിയാൽ 60, കുറഞ്ഞാൽ 1 സെക്കൻഡ്. സാധാരണ 40 ദിവസം അല്ലേ? ഇസ്തിഹാളത്ത് എന്നാൽ എന്ത്? ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തം. അതിനാണ് എന്ത് പറയുക? ഇസ്തിഹാലത്ത്. ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തം. തയമ്മും പകരമാണ് എന്തിനൊക്കെ? കുളിക്കും വുളൂഇനും. കുളിക്കാൻ പറ്റാത്ത അവസ്ഥയിലും വുളൂ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നമുക്ക് പകരമായിട്ട് എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാം. ഒരു തയമ്മും കൊണ്ട് എത്ര എണ്ണം ഫർള് നിസ്കരിക്കാൻ സാധിക്കും? 1 മാത്രം. ഒരു തയമ്മും കൊണ്ട് ഫർള്, കിഫായ, സുന്നത്ത് എന്നിവ എത്ര എണ്ണം നിസ്കരിക്കാൻ സാധിക്കും? എത്രയും നിസ്കരിക്കാം. തയമ്മുമിന്റെ ഷർത്തുകൾ ഏതൊക്കെയാണ്? 1. സമയം ആവുക. 2. തഹൂറായ പൊടി മണ്ണ് കൊണ്ട് ആയിരിക്കുക. 3. വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക. 4. തയമ്മുമിൻ്റെ മുമ്പ് ശരീരത്തിലെ നജസ് നീക്കുക. ഇതൊക്കെ തയമ്മുമിൻ്റെ ഷർത്തുകളാണ്. ഒന്നിച്ചു വെക്കണം. സമയമാവുക, തഹൂറായ പൊടി മണ്ണ് കൊണ്ടായിരിക്കുക, വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക, തയമ്മുമിന് മുമ്പ് ശരീരത്തിലെ നജസ് നീക്കുക. തയമ്മുമിന്റെ ഫർളുകൾ ഏതൊക്കെയാണ്? നിയ്യത്ത്, 2 മണ്ണടിച്ചെടുക്കൽ, 3 മുഖം തടവൽ, 4 2 കൈയും മുട്ടു ഉൾപ്പെടെ തടവൽ, തർത്തീബ് 2 അടി കൊണ്ടായിരിക്കൽ. തയമ്മുമിന്റെ ഫർളുകൾ ഓർമ്മ വേണം. ഫർളുകൾ, വുളൂവിൻ്റെ ഫർള് ആദ്യം നിയ്യത്താണ് അല്ലേ? അതുപോലെ തന്നെയാണ് ഓർമ്മിച്ചു വെക്കുക. നിയ്യത്ത്, മണ്ണടിച്ചെടുക്കൽ, മുഖം തടവൽ, 2 കൈ മുട്ടുൾപ്പെടെ തടവൽ, തർത്തീബായി ചെയ്യൽ, 2 അടി കൊണ്ട് ആയിരിക്കൽ. മറ്റുള്ളതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അവസാനത്തതൊന്ന് പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. 2 അടി കൊണ്ട് ആയിരിക്കൽ. രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരിവെക്കൽ എന്താണ് അതിൻ്റെ വിധി? വാജിബാണ്, നിർബന്ധമാണ് അല്ലേ? മുറിവുള്ള ഓരോ അവയവത്തിനു വേണ്ടിയും ഓരോ തയമ്മും ചെയ്യണം. എത്ര അവയവത്തിന് മുറിഞ്ഞിട്ടുണ്ടോ അത്രയും തയമ്മും ചെയ്യണം.
രണ്ട് കൈയും രണ്ട് കാലും എത്ര അവയവം ആയിട്ടാണ് പരിഗണിക്കുക? രണ്ട് കൈയും രണ്ട് കാലും ഒരു അവയവമായാണ് പരിഗണിക്കുക. തയമ്മുമിന്റെ സുന്നത്തുകൾ: ആദ്യത്തിൽ ബിസ്മി ചൊല്ലുക, മുഖം മേൽഭാഗം മുതൽ തടവുക, കൈവിരലുകൾ തല മുതൽ തടവുക, തുടരെ ചെയ്യുക. തയമ്മുമിന്റെ സുന്നത്ത് ഓർമ്മിക്കണം. ആദ്യം ബിസ്മി, മുഖം മേൽഭാഗം തടവുക, കൈവിരലുകൾ തല മുതൽ തടവുക, തുടരെ ചെയ്യുക. തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ: ഒന്ന്, വുളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട്, അതെന്തായാലും തയമ്മും ബാത്തിലാകും. രണ്ട്, മുർത്തദ്ദാവൽ കൊണ്ട് ബാത്തിലാകും. മൂന്ന്, വെള്ളം ഇല്ലാത്തതിന് വേണ്ടി തയമ്മം ചെയ്താൽ വെള്ളം ലഭിക്കൽ കൊണ്ട് ബാത്തിലാകും. വെള്ളമില്ലാതെ കാരണം കൊണ്ട് തയമ്മം ചെയ്തു, വെള്ളം പെട്ടെന്ന് കിട്ടിയ തയമ്മം ബാത്തിലാകും. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. ആർക്ക്? പുരുഷന്. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ഇഖാമത്ത് മാത്രമാണ് സുന്നത്ത്. ആർക്ക്? സ്ത്രീകൾക്ക്. സ്ത്രീകൾക്ക് എന്ത് സുന്നത്തില്ല? ബാങ്ക് സുന്നത്തില്ല. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. ഡാഷ് നിസ്കാരത്തിന് ഒരാൾ മാത്രം ബാങ്ക് വിളിച്ചാൽ മതി. ജമാഅത്ത് നിസ്കാരത്തിന് ഒരാൾ മാത്രം ബാങ്ക് വിളിച്ചാൽ മതി. 2 ബാങ്ക് സുന്നത്തുണ്ട്. എന്തിന്? സുബ്ഹ്, ജുമുഅ എന്നിവയ്ക്ക്. സുബ്ഹ്, ജുമുഅ എത്ര ബാങ്ക് സുന്നത്തുണ്ട്? 2 ബാങ്ക്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഷർത്തുകൾ: മുസ്ലിമാവുക, വകതിരിവ് ഉള്ളവൻ ആവുക, സമയം ആവുക, പദങ്ങളുടെ ഇടയിൽ തുടർച്ച ഉണ്ടാവുക, തർത്തീബാക്കുക, ജമാഅത്തിനാണെങ്കിൽ ഉച്ചത്തിലാക്കുക. ഷർത്തുകള് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഷർത്ത് ഓർമ്മിച്ച് വെക്കണം. മുസ്ലിം ആവുക, വകതിരിവുള്ളവനാവുക, സമയമാവുക, പദങ്ങളുടെ ഇടയിൽ തുടർച്ചയുണ്ടാവുക, തർത്തീബാക്കുക, ജമാഅത്തിനാണെങ്കിൽ ഉച്ചത്തിലാക്കുക. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും സുന്നത്തുകൾ: ശുദ്ധി ഉണ്ടാവുക സുന്നത്താണ്, നിർബന്ധമില്ല അല്ലേ? നിൽക്കുക, അപ്പോൾ ഇരുന്നിട്ടും ബാങ്ക് കൊടുക്കാം. കിബിലക്ക് മുന്നിടുക. നമ്മൾ നേരത്തെ വേറെ വുളുവിന് പറയുമ്പോൾ സുന്നത്ത് പറഞ്ഞിരുന്നു അല്ലേ? കിബിലക്ക് മുന്നിടുക. ഹയ്യ അലസ്വല എന്നതിൽ വലതുഭാഗത്തേക്ക് തിരിയുക. ഹയ്യ അലൽ ഫല എന്നതിൽ ഇടതു ഭാഗത്തേക്ക് തിരിയുക. ബാങ്കും ഇഖാമത്തും കേൾക്കുന്നവൻ അതുപോലെ പറയൽ സുന്നത്താണ്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും മുമ്പും ശേഷവും ചൊല്ലൽ സുന്നത്താണ്. എന്ത്? നബിയുടെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തും സലാമും ചൊല്ലണം. Thank you for watching. Have a nice day.